ആമ്പൂർ ബിരിയാണി നോക്കിയാലോ? ഒരു കുക്കർ എടുത്ത് വെച്ചതിന് ശേഷം അതിനകത്ത് അല്പം എണ്ണ ഒഴിച്ച് കരാമ്പു, ഏലക്ക, പട്ട എന്നിവ വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി അതിനകത്തേക്ക് 3 സവാള അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അത് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കിന് നമ്മൾക്ക് അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി സെപ്പറേറ്റ് വഴറ്റുക. അതിന് ശേഷം ഇഞ്ചി സെപ്പറേറ്റ് വഴറ്റുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. അതും വഴറ്റിയതിന് ശേഷം പുതിനയില, മല്ലിയില എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു. നമ്മൾ ചിക്കൻ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ വേവിച്ച് 1 ലിറ്റർ വെള്ളം ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. കുക്കറിൽ 2 വിസിൽ. വേറെ പാത്രം എടുത്തതിന് ശേഷം നമ്മൾ 2 ലിറ്റർ വെള്ളം ഒഴിക്കുന്നു. അതിനകത്തേക്ക് പച്ചമുളകും ഉപ്പും എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ജീരകശാല അരി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് പകുതി വേവാകുമ്പോഴത്തേക്ക്, പകുതിയല്ല 70% വേവാകുമ്പോഴത്തേക്ക് എടുത്തിട്ട് നമ്മൾ ചിക്കൻ മുകളിലോട്ട് ഇട്ടിട്ട് നമ്മളൊരു 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ആമ്പൂർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.